വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ഒരു ചങ്ങാതി സ്വന്തം ഭാര്യയെ കൊന്നതും അതേപോലെ ഒരമ്മ ചെറിയൊരു കുഞ്ഞിനെ കാമപരിമൂത്ത് കൊന്നതുമായ ഒരു സംഭവമാണ് ആ വീഡിയോയിൽ ഉണ്ടാകുന്നത്. രണ്ട് സംഭവങ്ങൾ. അതിൽ ഞാൻ വന്നൊരു കമൻറ്റ്, ആ കമൻറ്റ് ആരുടെ ഞാൻ പറയുന്നില്ല, ആ കമൻറ്റിൽ പറയുന്നത് ഞാൻ എന്തായാലും എൻ്റെ ഭാര്യയല്ല കൊല്ലാൻ പോകുന്നത്, എൻ്റെ ഉമ്മയെയാണ് കൊല്ലുക എന്നുള്ളതാണ്. എന്ത് സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ ആ കമന്റ് ഇട്ടതെന്ന് അറിഞ്ഞൂടാ. ഓരോരുത്തരും ഓരോ മാനസിക വ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ക്രിമിനോളജി പഠിച്ചാൽ അറിയാം, ഈ ക്രൈം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നു കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും ചെയ്യും. അപ്പൊ ആ മനുഷ്യൻ എന്തിനാണ് അത്രയും വലിയ ഒരു എന്താ പറയാ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം മറ്റുള്ളവരാണ് എന്നൊരു ധാരണ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ എന്തൊരു കമന്റ് ഇടുമ്പോഴും, യൂട്യൂബിൽ കമന്റ് ഇടുമ്പോഴും അതിന് ഒരു നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾക്ക് അസഭ്യങ്ങൾ കമന്റായിട്ട് ഇടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒരു പക്ഷെ അയാൾ കൊല്ലാൻ വേണ്ടി ഇടുന്നാവില്ല, പക്ഷെ അയാൾ ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. അപ്പൊ അദ്ദേഹത്തോടു കൂടി കേൾക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിലേക്കൊക്കെ കാരണക്കാരൻ മറ്റൊരാളെയാണെന്ന് കണ്ടതിന് മുൻപ് എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അതായത് നമുക്ക് സമൂഹത്തിലുള്ള ആളുകളെയൊക്കെ എൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറ്റുക, ഉമ്മയുടെ സ്വഭാവം മാറ്റുക, എൻ്റെ പെങ്ങളുടെ സ്വഭാവം മാറ്റുക, അല്ലെങ്കിൽ ഇളയച്ചൻ്റെ, ഇതൊന്നും നടപ്പുള്ള കാര്യമില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റാം. ഒരുപാട് കുടുംബങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു ഭാര്യക്കും ഭർത്താവിനും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്തൊരു ഉമ്മ. അങ്ങനെ ഒരുപാട് ഉമ്മമാരുണ്ട്. ആ ഉമ്മമാര് ചെയ്യുന്നത് എന്തോ ഒരു വലിയ നല്ല കാര്യം ചെയ്യാന്ന് കരുതിയിട്ടാണ് ഈ ഉമ്മ ചെയ്യുന്നുണ്ടാവുക. അതായത് ചെറു കുറ്റങ്ങളൊക്കെ ഭാര്യയുടെ ഓരോ പിഴവുകളും ചെന്നിട്ട് ഹസ്ബൻഡിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇയാൾ കുറെ കഴിയുമ്പോൾ രണ്ട് സംഭവം നടക്കാം. ഒന്നുകിൽ അയാൾ ഭാര്യയെ വെറുക്കും, അല്ലെങ്കിൽ അയാൾ ഉമ്മയെ വെറുക്കും. രണ്ടാണെങ്കിലും അയാളുടെ ജീവിതം എന്തായി തകർന്നു. ഒരു സ്വസ്ഥമായിട്ട് കുടുംബത്ത് കഴിയേണ്ടുന്ന ഒരു സാഹചര്യത്തിനെ ഇത്രയധികം വഷളാക്കുന്നതിൽ ഉമ്മമാർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഉമ്മമാര് ഞങ്ങളൊന്നും ഇങ്ങനെയല്ല, നിങ്ങളിങ്ങനല്ല, ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയണത്, ഈ സ്വഭാവമുള്ള ആളുകളെ കുറിച്ചാണ്. ഒരു പക്ഷെ ഇത്രയും സ്വഭാവങ്ങൾ ഉണ്ടാവുക, ഈ മകനെ വളരെ പൊന്നാരിച്ചു വളർത്തി കഴിഞ്ഞാൽ ചില ഉമ്മാർക്ക് അങ്ങനെയാണ്. മകനൊരു കല്യാണമൊക്കെ കഴിച്ച് അവർ തമ്മിൽ വലിയ സ്നേഹങ്ങൾ കാണുമ്പോൾ ഈ ഉമ്മാക്ക് ഒരു ജാതി അസ്വസ്ഥത. തൻ്റെ മകൻ തന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ, ഇതുവരെ തന്നിലേക്കായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്, ഇനി ആ മകൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ രീതിയിലുള്ള ഒരു മാനസികമായുള്ള അസ്വസ്ഥതകൾ വരുമ്പോൾ പിന്നെ ഈ ഉമ്മ ഇങ്ങനെ മരുമകൾ ചെയ്യുന്ന ഓരോന്നിനെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു മകനെ ഭാര്യയിൽ നിന്ന് അകറ്റിയിട്ട് തന്നിലേക്ക് തന്നെ ആകർഷിപ്പിക്കുന്ന ഒരു സ്വഭാവം, ഇത് ഏറിയും കുറഞ്ഞും പല ഉമ്മമാരിലും ഉണ്ട്. ഇത്തരം സ്വഭാവ രീതികൾ അനുഭവിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ആണിൻ്റെ ഒരു വിഷമങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭാര്യ ഇതിനെ ചൊല്ലിയിട്ട് ഉമ്മാട് വഴക്ക്, ഭർത്താവിനോട് വഴക്ക്, ഈ വഴക്കുകൾക്കിടയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് പേരെ പേഴ്സണലി എനിക്കറിയുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുമ്പോൾ വന്ന് പറയുന്ന സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു തീർപ്പ് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ മനുഷ്യൻ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കും. അപ്പൊ ആൾക്ക് തോന്നുകയാണ് ഇതിനെല്ലാം എൻ്റെ സ്വസ്ഥത ഒക്കെ നശിപ്പിക്കുന്നത് ആരാണ്? അതിൻ്റെ ഉമ്മയാണ്. എന്നാ പിന്നെ ഉമ്മാനെ അങ്ങോട്ട് കൊന്നു കളയാം. ഇതാണോ ഒരു പരിഹാര മാർഗങ്ങൾ? നമ്മുടെ ലൈഫിന്റെ കടിഞ്ഞാണോ ഒന്നാമതായിട്ട് ഭാര്യയുടെ കയ്യിലോ ഭർത്താവിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഉമ്മയുടെ കയ്യിൽ, അതായത് നമ്മുടെ മനസ്സാക്ഷിയുടെ കയ്യിലായിരിക്കണം. ഇന്നെങ്കിലേ നമുക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയൂ. എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവും എൻ്റെ ദുഃഖമൊക്കെ കിടക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ വേറൊരാളുടെ സന്തോഷങ്ങൾ പോലും, ഒരാളൊരു നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആ നല്ല കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ ഉൾക്കൊള്ളൂല. പക്ഷെ ഒരാളെ നെഗറ്റീവ്, ഒരാളെ കുറിച്ചിട്ട് മോശമല്ല വാർത്തകൾ പറഞ്ഞാൽ അത് വേഗം മൈൻഡിൽ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക ഒരു സ്ഥിതിയിലാണ് നമ്മുടെയൊക്കെ മൈൻഡ് പരുവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ ആ കമന്റ് ഇട്ടത് കണ്ടപ്പോൾ ഒരു വേദന തോന്നിയിട്ടാണ്. ഇന്ന് അതിനൊരു ആളെങ്ങാനും കേട്ടാൽ അല്ലെങ്കിൽ സമാന മനസ്സുള്ള ആരെങ്കിലും ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു പരിഹാരം എന്ന നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഉമ്മമാരുടെ ചെറിയ ഈ ഒരു വാശിയുടെ മുന്നിൽ ജീവിതം തകർന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. ആ ഒരു ഭാര്യക്കറിയാം എൻ്റെ ഭർത്താവ് ഡീസൻ്റാണ്, നല്ല മനുഷ്യനാണ്, എന്നെ കേൾക്കാൻ തയ്യാറാണ്, സ്നേഹമുള്ള ആളാണ്. പക്ഷെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഉമ്മയാണ്. ഉമ്മ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? സാധാരണ ഇപ്പോൾ ഒരു കുടുംബത്തുണ്ടാവുന്ന ചെറിയ എന്തിനീ കുട്ടി നിലത്ത് മൂത്രമൊഴിച്ചിട്ട് വൃത്തിയാക്കാൻ ഇച്ചിരി മറന്നു, അല്ലെങ്കിൽ കുറച്ച് ലാഗ് ചെയ്തു, അതൊക്കെ ഗൾഫിലേക്ക് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. ഒരു വൃത്തിയും എടുപ്പില്ലടാ ഓള് എപ്പോൾ കുട്ടി മൂത്രമൊഴിച്ചതാണ്, അതിപ്പോഴും വൃത്തിയാക്കിയിട്ടില്ല എന്ന്. ഇയാൾ കേൾക്കാത്ത വാദി കേട്ട വാദി എന്ത് ചെയ്യും? നേരെ ഈ എന്താണ്ടി എനിക്ക് വൃത്തിയും എടുപ്പൊന്നുമില്ല, ഈ വൃത്തിയാക്കലില്ല എന്ന് കേൾക്കുമ്പോൾ അവൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ് ഗൾഫിലേക്ക് വിളിച്ചു പറയണത്? ഇങ്ങനെ കുറേ കുടുംബക്കാരും കുറേ നമ്മളോട് സ്നേഹിച്ചിട്ട് വരിഞ്ഞു മുറിക്കങ്ങണ്ട് കൊന്നു കളയുന്ന ആളുകൾ, ഇതൊക്കെ ഒടുവിൽ എത്തുന്ന ഒരു പൊട്ടിത്തെറിയായിരിക്കും ഇത്തരം ഒരു കൊലപാതക രീതിയിലേക്ക് മാറുക. അപ്പൊ കുടുംബം എന്ന് പറയുന്നത്
അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് മറ്റുള്ളവരെയും കൂടി നിരീക്ഷിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരെയും കൂടി പരിഗണിച്ച് ജീവിക്കാൻ കഴിയുന്നവർക്ക് മാത്രം പറഞ്ഞ ഒന്നാണ് ഈ കുടുംബമായിട്ട് കഴിയുക. പിന്നെ ഉമ്മമാരുടെ ചില സ്വഭാവങ്ങൾ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഉമ്മമാരുടെ സ്വഭാവങ്ങളെ മാറ്റാനൊന്നും പറ്റില്ല, ഭാര്യമാരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഭാര്യ ഒന്ന് കണ്ടറിയുക. ഞാൻ താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്, അവരെ നമുക്ക് സ്വഭാവ രീതികളൊന്നും മാറ്റാമില്ല. അവർ ഇത്രയും കാലം 10-23 വയസ്സ് വരെ ആ മോനെ വളർത്തിണ്ടാക്കിയത് ആ ഉമ്മയാണ്. ഭർത്താവിൻ്റെ ഉമ്മാനെ സ്വന്തം ഉമ്മയായിട്ട് കാണുക, ഉമ്മയായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ്. കാരണം ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് സ്ത്രീകൾക്കില്ല. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഒരു 10-18 അല്ലെങ്കിൽ 10-20 വയസ്സായിട്ട് കല്യാണം കഴിച്ചിട്ട് വേറൊരു വീട്ടിലേക്ക് പോകാൻ മെന്റലി അവർ പ്രിപ്പയർഡ് ആണ്. പക്ഷെ അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെന്റൽ അകൽച്ച ഉണ്ട്. ആ ഉമ്മ എങ്ങനെയാണ്, മദറിലോ അമ്മായിമ്മ എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ ശരിക്കും അവിടെ ഒരു മാനസികപരമായിട്ട് ഒരു അവരെ സ്വീകരിക്കേണ്ട ഒരു ചുമതല ആർക്കുള്ളതാണ്? ഉമ്മാക്കുള്ളതാണ്. ആ ഉമ്മയാണ് മകളെ ഒന്ന് ഉൾക്കൊള്ളേണ്ടത്. കാരണം അതൊരു വേറെ വീട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. ഈ ഉമ്മ ഇതുപോലെ മറ്റൊരു വീട്ടിൽ നിന്ന് കടന്നു വന്നിട്ടാണ് അവർ ആ വീടിന്റെ അധിപയും അധികാരത്തിലൊക്കെ എത്തുന്നത്. ഇതേപോലെ മരുമകളും എത്തും. അപ്പൊ ഉണ്ടാകുന്ന ഒരു ക്ലാഷ് ആണ് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പൊ ഉമ്മ ഒന്ന് കണ്ടറിഞ്ഞിട്ട് നിന്റെ മോന്റെ ലൈഫ്, ഓരോ വ്യക്തികളും ഓരോ മക്കളും ഓരോ വ്യക്തികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉമ്മ ചിലതൊക്കെ ഒന്ന് കണ്ടില്ല എന്നടിച്ച് സ്നേഹത്തിന്റെ ഒരു തലോടലുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അതേപോലെ ഇത്തരം സ്വഭാവങ്ങളുള്ള ഒരു ഉമ്മയാണ് അവിടെ എങ്കിൽ ഒരു മരുമകൾ വെറുതെ കിടന്നിട്ട് വാക്കത്തി എടുത്തിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നാവ് ഒരു മടാളാക്കിയിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടല്ല കാര്യമുള്ളത്. മറിച്ച് അതിനെങ്ങനെ തന്ത്രപരമായിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ശ്രമിക്കുക. ഒട്ടും കഴിയുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവുക. അങ്ങനെ എൻ്റെ ഉമ്മ ഇങ്ങനെയാണ്, എൻ്റെ ഉമ്മയുടെ രീതി ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര രീതികളൊക്കെ ഉണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടി വരിക എന്നുള്ളത് അവഗണിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ ചെവി തന്നിട്ടുള്ളത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാനാണ്. ആവശ്യമുള്ളത് നമ്മുടെ കൽബിൽ ചേർത്ത് വെക്കണം, അല്ലാത്തത് ചേർത്ത് വെക്കണ്ട. നമുക്ക് മറക്കാനുള്ള കഴിവ് പടച്ചോൻ തന്നത് എന്തിനാണ്? നമ്മൾ എപ്പോഴും പറയലില്ല ദേഷ്യം ഒരു മോശം വികാരമാണെന്ന്. ദേഷ്യം നല്ല വികാരമാണ്. നമുക്ക് തെറ്റിനോട് തോന്നുന്ന നമ്മുടെ ഒരു വിരോധവും ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, നല്ലതാണ്. പക്ഷെ അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബുദ്ധിയും മിടുക്കുമാണ്. അത് അമ്മായിമ്മയുടെ മേത്തേക്ക് കയറുന്നത്. ഈ ഒരു രീതി ശരിക്കും കടന്നു വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഏറ്റവും വലിയ വിട്ടുവീഴ്ച കൊടുക്കേണ്ടത് മരുമകളെക്കാൾ ഉമ്മമാരാണ്. ഒരുപാട് ഉമ്മമാരുണ്ട് മരുമകളെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്ന ആളുകൾ. ആ മക്കൾക്ക് പോലും കൊടുക്കാത്ത ഭക്ഷണങ്ങൾ, മക്കൾക്ക് പോലും ഉണ്ടാക്കി വെക്കാത്ത മരുമകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് ഉമ്മമാർ എനിക്കറിയാം. ആ ഉമ്മമാരെ മറന്നുകൊണ്ട് ഞാൻ പറയണതല്ല. പക്ഷേ ഈ മനുഷ്യന്റെ ഒരു എഴുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ട് ഞാൻ പറയുന്നത്. കൂട്ടത്തിലൊരു കാര്യം, ഞാൻ ഇന്നലെ എൻ്റെ ഒരു കേക്ക് മുറിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ആരൊക്കെ ഇട്ടു കേക്ക് മുറിക്കുന്നത് ഇസ്ലാമികാണോ, അത് യൂട്യൂബ് ഇസ്ലാമികാണോ, ഹബീബായ നബി യൂട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടോ, നബി വാട്സപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, നബി ബസ്സിൽ കയറിയിട്ടുണ്ടോ? അപ്പൊ കാലോചിതമായിട്ട് നമ്മുടെ രീതികളിലൊക്കെ വരുന്ന ഒരു മാറ്റങ്ങളെ അതൊക്കെ ഹറാമാണെന്ന് അടിച്ചേൽപ്പിക്കാൻ എന്ത് ന്യായാണുള്ളത്? നമ്മൾ നബി ചോറ് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ ചോറ് വയ്ക്കാറില്ലേ? നമ്മൾ സദ്യ കഴിക്കാറില്ലേ? നമ്മൾ ബിരിയാണി തിന്നലില്ലേ? ഇതൊക്കെ ചിലരുടെ വിചാരം ഇസ്ലാം എന്ന് പറയുന്നത് ആ ഹബീബായ നബിയുടെ കാലത്ത് ചെയ്തത് മാത്രം ചെയ്യലാണെന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സന്തോഷത്തിന്, ഓരോരുത്തരുടെ സന്തോഷങ്ങൾ ഓരോ രീതിയിലല്ലേ. ചില ആളുകൾ ഒരു രാത്രി സെക്യൂരിറ്റി ജോലിക്ക് പോകുന്ന ഒരാളുടെ സന്തോഷം കിടന്നുറങ്ങലിരിക്കും. അയാൾ സന്തോഷം കൊണ്ട് കിടന്നുറങ്ങി. എന്താ അത്? ഒരു കുട്ടീനെ കാണാതായി. ആ കുട്ടീനെ കാണാതായിട്ട് 2 ദിവസം കുട്ടീനെ കാണാനില്ല, പത്രത്തിൽ പരസ്യം കൊടുത്തു, നമ്മൾ വാട്സപ്പിലൊക്കെ വിട്ടു, അവസാനം കുട്ടീനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ചില ആൾക്കാർ മിഠായി കൊടുത്ത് സന്തോഷിക്കും. ചില ആൾക്കാർ ഉമ്മമാര് സന്തോഷിക്കും. എങ്ങനെയാണ്? കരഞ്ഞിട്ട്, പൊട്ടിക്കരഞ്ഞിട്ട് സന്തോഷിക്കും. കരച്ചിൽ സന്തോഷമല്ല, കരച്ചിൽ ദുഃഖം വരുമ്പോഴല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരാൾ സന്തോഷം കൊണ്ട് ഒരു കേക്ക് മുറിച്ച്, അത് ക്രിസ്ത്യാനികളുടേതൊന്നുമില്ല. അങ്ങനെ ഇസ്ലാമിൽ കുറേ തെറ്റായ കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഹറാമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഈ അടുത്ത് ഞാൻ കണ്ടതാണ്, ഹലോ എന്ന് പറയരുത്, അവിടെ പറയേണ്ടത് മാഷാ അല്ലാ എന്ന് പറയണം. ഇങ്ങനെ എല്ലാം അറബ് വൽക്കരിച്ചു കൊണ്ടുള്ള ഒരു രീതി. നമ്മൾ നമ്മുടെ നാട്ടിലെ കാണുമ്പോൾ ഹലോ എന്താണ് സുഖല്ലേ, അതിന് പകരം കൈഫൽ ഹാൽ അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കണോ? കേക്ക് മുറിക്കൽ സുന്നത്താണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ സന്തോഷത്തിന് കേക്ക് മുറിക്കേ, നോമ്പ് വെക്കേ, ബിരിയാണി കൊടുക്കേ, ചോറ് വയ്ക്കേ, അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷങ്ങളാണ്. ഹറാമാണെന്ന് വിചാരിച്ചാൽ മദ്യം വിളമ്പിയിട്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റു വല്ല അശ്ലീലമായ രീതിയിൽ വല്ല ഡ്രസ്സ് ഇടാത്ത, ഡാൻസ് ആടിയിട്ടുള്ള സന്തോഷം, ഇതൊക്കെ പാടില്ല എന്നുള്ളത് ആർക്കാ അറിയാത്തത്? അപ്പൊ അതൊക്കെ ഒരു അനാവശ്യമായ ഒരു തരം എന്താ പറയുക, ഇസ്ലാമിനെ ഒരു സലഫ് ചിന്താഗതിയിലേക്ക് തളച്ചിട്ടപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരം സംശയങ്ങൾ. ഇതിൽ ആ സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങളുടെ വിമർശനങ്ങൾക്കും നിങ്ങളുടെ പിന്തുണക്കും ഒക്കെ ഒരുപാട് നന്ദി. അപ്പൊ ആ മനുഷ്യന്റെ കമന്റ് കണ്ടപ്പോഴാണ് ഒരിക്കലും അത്തരം ഒരു രീതിയിലേക്ക് ഒരാളെ കൊല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലേക്കൊന്നും നമ്മുടെ കാഴ്ചക്കാർ പോകരുത്. അപ്പോൾ ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.